നമസ്കാരം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നാളെയാണ് നടക്കുന്നത്. രാവിലെ 7 മുതലാണ് പോളിംഗ് ആരംഭിക്കുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഇന്നലെ പ്രചണ്ഡ പ്രചരണത്തിന് കൊട്ടിക്കലാശം നടത്തിയിരുന്നു. അതിനുശേഷമുള്ള മണിക്കൂറുകളിൽ നിശബ്ദ പ്രചരണത്തിലാണ്. ഇന്ന് സ്ഥാനാർത്ഥികൾ മൂന്നും ഓരോ വീട് തോറും കയറി ഇറങ്ങി അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. മുന്നണികളും സ്ഥാനാർത്ഥികളും അണികളും എല്ലാം തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനിടയിലും അവസാന മണിക്കൂറുകളിൽ തങ്ങളെ കൊണ്ട് അവസാന വോട്ടുമുറപ്പിക്കാൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്ന തിരക്കിലും തന്ത്രങ്ങളിലുമാണ് മൂന്ന് മുന്നണികളിലും. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ന് LDF നടത്തിയ, പ്രത്യേകിച്ചും CPIM നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കമാണ്. അത് ഒരു തരത്തിൽ വർഗീയത എന്ന് പറയാം, ന്യൂനപക്ഷ പ്രീണനം. അവർ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഈ ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറയുന്നത്. അവസാന മണിക്കൂറിൽ LDF അതിനെ സ്വയം വരിച്ചുകൊണ്ട് അതിനെ പിൻപറ്റി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് 2 പത്രങ്ങൾ, അതായത് സുപ്രഭാതവും ഒപ്പം തന്നെ സിറാജും, ഈ 2 പത്രങ്ങളിൽ CPIM അല്ലെങ്കിൽ LDF കൊടുത്ത പരസ്യമാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത്. ഒരു അഡ്വർട്ടോറിയൽ എന്ന നിലയിൽ പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ ആദ്യ പകുതിയിൽ സരിൻ തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് സരിന്റെ ഒരു ഫോട്ടോയും സരിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതിന് തൊട്ടു താഴെയാണ് LDF തങ്ങളുടെ അജണ്ട അല്ലെങ്കിൽ CPIM തങ്ങളുടെ അജണ്ട നടപ്പിലാക്കിയിരിക്കുന്നത്. ആ ആദ്യത്തെ പകുതിക്ക് ശേഷം രണ്ടാമത്തെ പകുതിയിലേക്ക് വരുമ്പോൾ സന്ദീപ് വാര്യർ എന്ന നേതാവിനെ മുൻനിർത്തിയുള്ള അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ പ്രചരണായുധമാക്കിക്കൊണ്ടുള്ള CPIM-ന്റെ നീക്കമാണ് കാണാൻ കഴിയുന്നത്. സന്ദീപ് വാര്യർ മുൻകാലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറിപ്പുകളൊക്കെ തന്നെ സന്ദീപ് വാര്യരുടെ ഫോട്ടോയോട് കൂടി ഓരോ കാര്യങ്ങളും ഓരോ കോളമാക്കി വ്യക്തമായി പറഞ്ഞുകൊണ്ട് അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഒന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുത്ത 2 പത്രങ്ങൾ എന്ന് പറയുന്നത് സിറാജും ഒപ്പം തന്നെ സുപ്രഭാതവുമാണ്. ഇതിൽ സുപ്രഭാതം എന്ന് പറയുന്നത് സമസ്തയുടെ മുഖപത്രമാണ്. നമുക്കറിയാം, സമസ്ത മുൻകാലങ്ങളിലൊക്കെ തന്നെ UDF-മായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരു മതസംഘടനയാണ്. ലീഗുമായിട്ട് ഇഴകിച്ചേർന്ന് പോകുന്ന ഒരു മതസംഘടനയാണ്. എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അതിൽ ആ ബന്ധത്തിലൊരു വിള്ളൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രഭാതം സമസ്തയുടെ ആ പത്രത്തിൽ ഇത്തരം ഒരു പരസ്യം വരുന്നു. അപ്പം മറ്റൊന്നെന്ന് പറയുന്നത് സിറാജാണ്. സിറാജ് എന്ന് പറയുന്നത് സുന്നി വിഭാഗം, AP സുന്നി വിഭാഗത്തിന്റെ മുഖപത്രമാണ്. ഈ 2 പത്രങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ വിഭാഗങ്ങൾ, ഏത് വിഭാഗത്തെയാണോ പത്രം പ്രതിനിധീകരിക്കുന്നത് ആ വിഭാഗത്തെ ഉന്നമിട്ടുകൊണ്ട് ഈ 2 പത്രങ്ങൾ മാത്രമായി തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിൽ പരസ്യം നൽകിയിരിക്കുകയാണ്. ശരിക്കും ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാവുന്ന തരത്തിൽ ഒരു നീക്കം CPIM നടത്തിയിരിക്കുന്നു. പ്രധാനമായിട്ടും ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം, അത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുമെങ്കിൽ അതിനെ തടയിടുക എന്ന ലക്ഷ്യമാണ് CPIM-നുള്ളത്. നമുക്കറിയാം, നേരത്തെ സന്ദീപ് വാര്യർ CPIM നേതാക്കളുമായിട്ട് സന്ദീപ് വാര്യർ ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹത്തെ CPIM-ലേക്ക് കൊണ്ടുവരാനായിട്ട് AK ബാലൻ, ഒപ്പം തന്നെ MP രാജേഷ്, അദ്ദേഹത്തിന്റെ അളിയനൊക്കെ ഉൾപ്പെടെ നീക്കങ്ങൾ നടത്തുകയും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളും ഒക്കെ നടത്തി. സന്ദീപ് വാര്യരെ വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ഈ MP രാജേഷും ഒക്കെ തന്നെ പ്രതികരണം നടത്തിയത്. ഇന്ന് ഈ പത്രത്തിൽ വന്ന പരസ്യവുമായി ബന്ധപ്പെട്ട് MP രാജേഷ് നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത്, ഒരാള് വർഗീയത പറയുന്നതാണോ വർഗീയത അല്ലെങ്കിൽ മതവിദ്വേഷം, അതോ ആ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതാണോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നതാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ CPIM-ന്റെ പരസ്യത്തെ, ഈ 2 പത്രങ്ങളിലായിട്ട് മാത്രം വന്ന പരസ്യത്തെ അദ്ദേഹം അങ്ങേയറ്റം ന്യായീകരിക്കുകയാണ്. കോൺഗ്രസ് UDF അവിടെ തോൽവി സമ്മതിച്ചതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത്. ഒപ്പം തന്നെ സന്ദീപ് വാര്യരെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ തന്റെ ഫേസ്ബുക്കിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ഒരു RSS-കാരനാണ്, RSS-ന്റെ ബുദ്ധിയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതേസമയം ഇതേ സന്ദീപ് വാര്യരെയാണ്, ഇതേ ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും ഡിലീറ്റ് ചെയ്യാത്ത സന്ദീപ് വാര്യരെയാണ് ഏതാണ്ട് ഒരാഴ്ച മുൻപ് ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും ഒപ്പം തന്നെ മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള MP രാജേഷും എല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനായിട്ട് സ്വാഗതം ചെയ്തിരുന്നത്. അന്നൊന്നും അദ്ദേഹത്തിന് ഇക്കാര്യമൊന്നും ഓർമ്മ വന്നില്ലേ എന്ന ചോദ്യം സ്വാഭാവികമാണ്. എന്തായാലും CPIM-ന്റെ ഭാഗത്തു നിന്നും അറ്റകൈ പ്രയോഗം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വലിയൊരു നീക്കം നടന്നിരിക്കുകയാണ്. ഇതിനോട് പാലക്കാട് മുൻ MLA-യും ഇപ്പോഴത്തെ
വടകര എം പിയുമായ ഷാഫി പറമ്പിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് സംഘപരിവാറിന്റെ ഭാഷയാണ് CPIM-ഉം LDF നടത്തുന്നത്. ഒപ്പം വടകരയിൽ തനിക്കെതിരെ പ്രയോഗിച്ച കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം അതിന്റെ തുടർച്ച കൂടിയാണ് ഈ പരസ്യം. ഇതൊരു തരത്തിലും തങ്ങളെ ബാധിക്കില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. എന്തായാലും LDF ലക്ഷ്യമിടുന്നത് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് പാലക്കാട് മണ്ഡലത്തിലുള്ള മുസ്ലിം വോട്ടുകൾ, അവരുടെ ഒരു പിന്തുണ അത് എങ്ങനെയെങ്കിലും വിഭജിക്കപ്പെടുക എന്നതാണ്. പ്രത്യേകിച്ചും പിരായിരി പഞ്ചായത്ത് അത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒരു കുത്തകയാണ്. അവിടെ കൂടുതലുമുള്ളത് ഈ പറയുന്ന മുസ്ലിം വിഭാഗമാണ്. മണ്ഡലത്തിൽ മൊത്തത്തിൽ 40,000-ഓളം മുസ്ലിം വോട്ടുകളാണ് ഉള്ളത്. അതിൽ ഈ പിരായിരി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ളത്. അത് പരമ്പരാഗതമായിട്ട് തന്നെ കോൺഗ്രസിന് അനുകൂലമായി അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്നതാണ്. ആ വോട്ടുകളിൽ എന്തെങ്കിലും വിള്ളൽ വീഴ്ത്തിയാൽ മാത്രമേ തങ്ങൾക്ക് ഇത്തവണ 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ കഴിയൂ എന്ന ഉറച്ച ബോധ്യം CPIM-നുണ്ട്. അത് മുൻനിർത്തി ഉള്ള ഒരു നീക്കമാണ്. അവസാന നിമിഷങ്ങളിൽ വീണ് കിട്ടിയ ഒരു ആയുധം പോലെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ ഉപയോഗിച്ചുകൊണ്ട് CPIM നടത്തിയിരിക്കുന്നത്. ഏത് തരത്തിൽ അവർക്ക് ഗുണകരമാകുമെന്ന് കാത്തിരുന്ന് കാണണം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ പാണക്കാടെത്തി ലീഗിന്റെ അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനെയും വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയാണ് ഈ വിഷയത്തിൽ സാദിഖ് അലി തങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. അക്കാര്യങ്ങളൊക്കെ തന്നെ മുൻനിർത്തിയാണ് ഇപ്പോൾ LDF അവസാന നിമിഷങ്ങളിൽ പ്രചരണം ഒരു ന്യൂനപക്ഷ പ്രീണനം എന്ന തരത്തിൽ പറയാവുന്ന തരത്തിലുള്ള രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏറ്റവും രസകരമായ കാര്യം ഈ പരസ്യത്തിന്റെ അവസാനമായിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെ വർഗീയത പറഞ്ഞ അപരമത വിദ്വേഷം പറഞ്ഞ സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വാഗതം ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ കമൽനാഥ് ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന 11 വെള്ളി ശിലകൾ താൻ കൊടുത്തുവിടുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവന അതും ഒക്കെ തന്നെ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. കൂടുതലും സന്ദീപ് വാര്യരുടെ പ്രസ്താവനകളാണ് പറയുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാക്യം അല്ലെങ്കിൽ ഒരു ചോദ്യം പോലെ അവർ ഉന്നയിക്കുന്നത് ഈ കോൺഗ്രസിന് വേണ്ടിയാണോ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും വോട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നാണോ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത് ശരിയല്ല, തെറ്റാണ്. അത് തങ്ങൾക്ക് ചെയ്യണം എന്നാണ് ഭംഗ്യന്തരേണ CPIM പറയുന്നത്. ഇന്നലെ പോലും ഇവർ പറയുന്നത് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ സംഘടനകളാണ്, അവര് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണ്. അതുകൊണ്ട് UDF അവരുടെ പിന്തുണ നേടുന്നത് വർഗീയതയെ കൂട്ടുപിടിക്കലാണ് അല്ലെങ്കിൽ വർഗീയതയ്ക്ക് കുടപിടിക്കലാണ് എന്നൊക്കെ വിമർശിക്കുന്നവരാണ്. അവരാണ് ഈ പരസ്യത്തിന്റെ അവസാന ഭാഗത്ത് ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്നത്. കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ, ഇങ്ങനെയുള്ള കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണോ ഈ പറയുന്ന SDPI-യും ജമാഅത്തെയും പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ വോട്ട് അങ്ങോട്ടല്ല പോകേണ്ടത്. ഇതിനെയൊക്കെ എതിർക്കുന്ന മതേതര പാർട്ടിയായ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന തങ്ങൾക്ക് ആണ് ഈ വോട്ട് വേണ്ടത് എന്ന് പറയാതെ പറയുകയാണ് CPM ചെയ്യുന്നത്. എന്തായാലും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവരുടെ നിലപാട് എന്ന് മനസ്സിലാകുന്നില്ല. അവസാന മണിക്കൂറുകളിൽ അവര് കൈവിട്ട കളികൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യുന്ന കാഴ്ചയാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത്.